അതന്നെയല്ല പൂത്തതും കാഴ്ചതും ഉള്ള ആളുകൾ ആദ്യം കാണുന്നത് എടുത്തോണ്ട് പോകും. ഈ ചെടിയൊക്കെ ഉണ്ടോ, ഇത് കായാണ്. നമ്മുടെ നഴ്സറിയിൽ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് കമ്പെടുത്ത് ചെയ്യുന്ന തൈകൾ മാത്രമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു. 300 രൂപ മുതൽ 600 രൂപ വരെ. 300 രൂപ. ഓക്കെ. ഈ കാണുന്ന തൈകളെല്ലാം ഇത് പൊള്ളോക്ക് ഇനത്തിൽപ്പെട്ട തൈയാണ്. ഇത് എവിടെ വെച്ചാലും കായ്ക്കുന്നതാണ്. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും എവിടെ വെച്ചാലും 50% വരെ സബ്സിഡി പോകുന്ന കൃഷി ഓഫീസറുണ്ട്. 50% വരെ? 50%. ഈ തൈക്ക് എത്ര പ്രൈസ്? ഈ കാണുന്ന തൈ എല്ലാം 300 രൂപ. നഴ്സറിയുടെ പേരേ ഉപ്പന്മാക്കൽ നഴ്സറി എന്നാണ്. ഓക്കെ. ഇത് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയാണ്. ഈ കട്ടപ്പനയ്ക്ക് അടുത്തായിട്ട് വരും. മേലച്ചിന്നാർന്ന് പറയും സ്ഥലം. ഓക്കെ. ഇവിടെ ദൂരപരിധി പറയുവാണെങ്കിൽ അടിമാലി 30 കിലോമീറ്റർ, കട്ടപ്പന 20 കിലോമീറ്റർ, നെടുങ്കണ്ടം 12 കിലോമീറ്റർ, മുരിക്കാശ്ശേരി തോപ്രാങ്കാടിയൊക്കെ 8-10 കിലോമീറ്റർ. അങ്ങനെ 15 വർഷത്തോളമായിട്ട് നഴ്സറി രംഗത്തുണ്ട്. 15 വർഷമായിട്ട് അല്ലേ? ആദ്യം ഏത് വെറൈറ്റി ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ കൂടുതൽ അവക്കാഡോയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവക്കാഡോയും കുരുമുളകും ആയിരുന്നു. കുരുമുളക് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സാധാ മോഡൽ വള്ളി മുറിച്ച് കുത്തുമായിരുന്നു. ഓക്കെ. ഇപ്പോൾ അവക്കാഡോയും കുരുമുളക് സർപ്പൻ്റെയും ചെയ്യുന്നുണ്ട്, അവക്കാഡോയും ചെയ്യുന്നുണ്ട്. ഓക്കെ. മെയിനായിട്ട് ബാക്കി എല്ലാ വിധ തൈകളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, കൊടുക്കുന്നുമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏതൊക്കെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് അവക്കാഡോ ഉണ്ട്, കുരുമുളകുണ്ട്. അവക്കാഡോ, കുരുമുളക്, പിന്നെ പ്ലാവ്, മാവ്, റംബുട്ടാന്, ജാതി, കൊക്കോ, ഇങ്ങനെയുള്ള എല്ലാ തൈകളും തന്നെ ഉണ്ട്. ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും ഉണ്ട് അല്ലേ? എല്ലാ റീസണൽ പ്രൈസിൽ. മരത്തൈകളൊക്കെ ആണെങ്കിൽ പയ്യാനി, ചോരക്കാലി, അങ്ങനെയുള്ള സാധനങ്ങൾ തൈകളുണ്ട്. മലവേപ്പ് ഉൾപ്പെടെ. ഓക്കെ. ഓക്കെ. പിന്നെ പ്രൈസിൻ്റെ കാര്യം എങ്ങനെ? പ്രൈസ് റീസണബിൾ അല്ലേ കൊടുക്കുന്നത്? പ്രൈസ് കുരുമുളകെല്ലാം 60 രൂപ വിലയാണ്. ഓക്കെ. ഒരു തൈക്ക് 60 രൂപ. നേരെ മറിച്ച് അവക്കാഡോ പല വെറൈറ്റി, പല വിലയുടെ ഉണ്ട്. ഓക്കെ. നമുക്ക് അവക്കാഡോ കുറച്ച് വെറൈറ്റി കണ്ടാലോ? അവക്കാഡോ വെറൈറ്റി കാണാം. അവക്കാഡോ കായ്ച്ചത് കൊടുക്കാറുണ്ടോ കേട്ടോ? അവക്കാഡോ കായ്ച്ചത് കൊടുക്കാനുണ്ടോയെന്ന് വെച്ചാൽ യാദൃശ്യമായിട്ട് കുറേ മരമൊക്കെ പൂവും കായും ആയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ബൾക്കായിട്ട് കൊടുക്കാൻ മാത്രം തൈ ആയിട്ടില്ല. ഓക്കെ, മനസ്സിലായി. അത് തന്നെയല്ല, പൂത്തതും കായ്ച്ചതും ഉള്ള ആളുകൾ ആദ്യം കാണുന്നത് എടുത്തോണ്ട് പോകും. ഈ ചെടിയൊക്കെ ഉണ്ടോ, ഇത് കായാണ്. നിറച്ച് പൂവുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന പൂവ്, ഈ ചെടി ഇടയ്ക്കോടെ എല്ലാം പൂത്ത തൈയുണ്ട്. അത് ആദ്യം വരുന്നവരെടുത്തോണ്ട് പോകും. ഓക്കെ. ഇപ്പോൾ നമുക്ക് വിൽപ്പനക്കുള്ള സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. തൈയുണ്ട്. ആവശ്യത്തിന് പൂത്തത് അതിന് മാത്രം അങ്ങനെ കാണുകയല്ല, ആളുകൾ തിരിഞ്ഞെടുത്തോണ്ട് പോവുക. അവക്കാഡോ നമ്മൾ നഴ്സറി കൂടുതൽ ചെയ്യുന്നത് പൊള്ളോക്കും ഹാസുമാണ്. അത് പൊള്ളോക്കെന്ന് പറയുന്നത് ലോ റേഞ്ച് കായ്ക്കുന്നതാണ്. ഹാസ് ഹൈ റേഞ്ചിലേ കായ്ക്കുള്ളൂ. അതിൽ പൊള്ളോക്കിൻ്റെ പൂവാണ് ഈ കാണുന്നതൊക്കെ, ഈ ചെടികളൊക്കെ. ഈ പൊള്ളോക്കിൻ്റെ ഈ ഹാസിൻ്റെയും തൈ നമുക്ക് ധാരാളം ഒരു തൈ കൊടുക്കാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ തൈകളാണ്. ഇവിടെ അവക്കാഡോ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതൽ? വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 300 രൂപ മുതൽ 600 രൂപ വരെ. 300 രൂപ മുതൽ. ഓക്കെ. അതായത് ട്രോപ്പിക്കൽ അവക്കാഡോ എന്ന് പറയാൻ ഏതൊക്കെ വെറൈറ്റിയാണ് പറയാൻ പറ്റും? ട്രോപ്പിക്കൽ നമുക്കുള്ളത് മെയിനായിട്ടും ഈ പൊള്ളോക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. പൊള്ളോക്ക് മാത്രമേ ചെയ്യുന്നത് അല്ലേ? അത് നന്നായിട്ട് കായ്ക്കില്ലേ? നന്നായിട്ട് കായ്ക്കും. പൊള്ളോക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ഈ ഹാസ് ഹൈ റേഞ്ചിലേ ആവുള്ളൂ. തണുത്ത കാലാവസ്ഥ അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളവർ ഇതിലേക്ക് വരിക അല്ലേ? പൊള്ളോക്കിലേക്ക് വരിക. പൊള്ളോക്ക്. അവക്കാഡോ കൃഷിക്ക് സബ്സിഡി ഉണ്ടോ? സബ്സിഡി ഉണ്ട്. സബ്സിഡി അതായത് കൃഷിഭവനിലെ ഓരോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥിതി പോലെയാണ്. 50% വരെ സബ്സിഡി കൊടുക്കുന്ന കൃഷി ഓഫീസറുണ്ട്. 50% വരെ? 50% വരെ. ഓക്കെ. ചില കൃഷി ഓഫീസർമാർ ഉള്ള പൈസ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും അങ്ങനെ പലതരത്തിലാണ്. സബ്സിഡി ഉണ്ട്. എന്താ സബ്സിഡി ഉണ്ട് അല്ലേ? അവക്കാഡോ കൃഷിക്ക് സബ്സിഡി ഉണ്ട്. അവക്കാഡോ നടുമ്പം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത് ഒട്ടും ഷെയ്ഡില്ലാത്ത സ്ഥലമായിരിക്കണം, നല്ലപോലെ മണ്ണിളക്കം വേണം, പിന്നെ നീർവാർച്ച ഉള്ള സ്ഥലമായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കുന്നിടമായിരിക്കരുത്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൂനയായിട്ട് കൂട്ടിയിട്ട് അത് നടന്നത്. ഇതിന് കാര്യമായിട്ട് ജൈവവളമാണ് വേണ്ടത്. പിന്നെ ഫംഗസ് ഉണ്ടാകുകയാണെങ്കിൽ COC കലക്കി ഒഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവക്കാഡോ ഡെലിവറി കാര്യം എങ്ങനെയാണ്? ഡെലിവറി ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ വിളിക്കുന്നതനുസരിച്ചും തൈയുടെ ഏക്കമനുസരിച്ചും തൈ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഒരു പരിധി വരെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, നമുക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ. അവക്കാഡോ നമ്മളിൽ 2 വിലയുടെ ഉണ്ടെന്ന് പറയുന്നത് 300 രൂപയുടെ നമ്മുടെ ആ സൈഡിൽ ഇരിക്കുന്ന തൈകളാണ്. ഈ ഇരിക്കുന്നതെല്ലാം 600 രൂപ. ഓക്കെ. ഈ കാണുന്നതെല്ലാം 600 രൂപയുടെ. ഇത് കഴിഞ്ഞ വർഷത്തെ തൈയാണ്. എല്ലാം 2 അടി 2.5 അടിയൊക്കെ ഹൈറ്റുള്ളതാണ്. ഓക്കെ. അത്ര ഹൈറ്റുള്ള തൈകളുണ്ട്? ഓക്കെ. ഒരു വർഷം കഴിഞ്ഞതാണ്. ഈ വർഷത്തെ തൈയാണ് 300 രൂപ എന്ന് പറഞ്ഞു. ഓക്കെ.
ഇതിപ്പോ ഈ പൂത്തതൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ വരുന്നവരെല്ലാം എടുത്തിട്ട് പോകല്ലേ? അല്ല, പൂത്തത് ആദ്യം കൊണ്ടുപോകും. ആദ്യം വരുന്നവർ കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം വരുന്നവർക്ക് ഇത്രയൊക്കെ ഉള്ളൂ, പൂത്ത ഇരിപ്പുള്ളൂ. അതെ. ഇത് നോക്കിയേ, ഇതെല്ലാം വീഡിയോ കാണുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വരിക, വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അതെ. ഈ അവക്കാഡോയുടെ കാര്യം പറയുമ്പോഴേ, നമ്മുടെ നഴ്സറിയിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് കമ്പെടുത്ത് ചെയ്യുന്ന തൈകൾ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന തൈയല്ല, ഇത് നമ്മുടെ സ്വന്തം തൈകളാണ്. എല്ലാം ഇവിടുത്തെ ചെയ്യുന്നത്. നമ്മുടെ മദർ പ്ലാന്റ് നമ്മളെ മുകളിൽ കാണിച്ചായിരുന്നല്ലോ. അതെ. അതൊന്നും നമുക്ക് ആവശ്യം പോലെ കമ്പുണ്ട്. മദർ പ്ലാന്റ് നമുക്ക് നിൽപ്പുണ്ട്. ഓക്കെ. ഇവിടുന്ന് തൈകൾ വാങ്ങിക്കൊണ്ടുപോയാൽ ഈ ലോ റേഞ്ചിലുള്ള പ്രതികരണം എന്താണ്? ഹാപ്പിയാണോ? ലോ റേഞ്ചിൽ നന്നായിട്ട് കായ്ച്ച മരങ്ങൾ നിൽപ്പുണ്ട്. ഓക്കെ. കായ്ച്ച മരങ്ങൾ നിൽപ്പുണ്ട്. അവിടെ ഒക്കെ മരം കായ്ക്കാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ആ സമയത്തൊക്കെ കൊണ്ടുപോയി പല മരങ്ങളും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ നമ്മളോട് വിളിച്ച് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷമാണല്ലേ? അതെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നഴ്സറി നടത്തുന്നത്. ഇത് വൈഫാണ് മിനി ജോസഫ് എന്ന് പറയും. സപ്പോർട്ട് എങ്ങനെ ഈ കാര്യത്തിലൊക്കെ? സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നല്ല സപ്പോർട്ടാണ്. എപ്പോൾ വന്നാലും ഇവിടെ ഉണ്ടാവും. എപ്പോൾ വന്നാലും ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ. ഈ തൈക്ക് എത്ര പ്രൈസ്? ഈ കാണുന്ന തൈ എല്ലാം 300 രൂപ. ഇതെല്ലാം 300? ഇതെല്ലാം പൊള്ളോക്കാണ്. ഈ വർഷത്തെ തൈയാണ്. ഈ വർഷം ചെയ്ത് 8-10 കവറോട്ട് മാറി റെഡിയായി വരുന്ന തൈയാണ്. ഈ കാണുന്ന തൈകളെല്ലാം ഇത് പൊള്ളോക്ക് ഇനത്തിൽപ്പെട്ട തൈയാണ്. ഇത് എവിടെ വെച്ചാലും കായ്ക്കുന്നതാണ്. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും എവിടെ വെച്ചാലും കാഴ്ച കിട്ടും. നന്നായിട്ട് കാഴ്ച കിട്ടുന്ന മരങ്ങളാണ്. ഓക്കെ. ആ സൈസ് തൈയത്. അവക്കാടെ കാര്യം പറഞ്ഞാലേ, ഇപ്പോൾ ഓൾറെഡി പൂത്തതോ കായ്ച്ചതോ തൈ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ട്. അതെ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് അതിന് മാത്രം ബൾക്കായിട്ടില്ല. ഇത് ഇരിക്കുന്ന തൈ മുഴുവൻ പൂത്തതല്ല. ഇത് അതിന് മാത്രം തൈ പൂത്തതല്ല, അതിന് മാത്രം പൂത്ത തൈ ഇല്ലതാനും. ഇങ്ങനെ നേരത്തെ പൂക്കും നേരത്തെ കായ്ക്കും എന്നൊന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നു.